ഇപ്പോൾ തന്നെ ഖാർഗ് ദ്വീപിൽ അത് സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാണോ ആക്രമണം നടത്തിയിട്ടുള്ളത് എന്നതിൽ വ്യക്തതയില്ല. അങ്ങനെയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിലേക്കൊക്കെയുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇറാന്റെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ ഉള്ള സ്ഥലം കൂടിയാണ് ഖാർഗ് ദ്വീപ്. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വലിയ പ്രത്യാഘാതത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല. ഇതിനോടകം തന്നെ ഇറാന്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷമുണ്ടാക്കും, അത് മറ്റ് US-ന്റെ സഖ്യകക്ഷികൾക്ക് നേരെയൊക്കെയുള്ള ആക്രമണം ഉണ്ടാക്കും എന്നൊക്കെ പറയുമ്പോൾ അത് ഗൾഫ് മേഖലയിലേക്ക് കൂടുതൽ ആശങ്ക പരത്തുന്നതാണ്. ഏതായാലും ആ തരത്തിലേക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ നമുക്കൊപ്പം നയതന്ത്ര വിദഗ്ധൻ പ്രൊഫസർ PJ വിൻസെന്റ് ടെലിഫോൺ ലൈനിലുണ്ട്. പ്രൊഫസർ PJ വിൻസെന്റ് അദ്ദേഹം തത്സമയം തന്നെ ചേരുകയാണ്. പ്രൊഫസർ PJ വിൻസെന്റ്, ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു കൊലവിളിയാണ്. അദ്ദേഹം ട്രൂത്ത് സോഷ്യലിലൂടെ ദീർഘമായി തന്നെ പറഞ്ഞ് ഇറാന്റെ ജനങ്ങൾക്ക് നല്ലത് വരുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്, ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ കുറിപ്പ് അവസാനിപ്പിക്കുമ്പോൾ ആദ്യം പറയുന്നത് ഈ രാഷ്ട്രത്തെ, ഒരു സിവിലൈസേഷൻ തന്നെ പൂർണ്ണമായി താൻ ഇല്ലാതാക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ അതില്ലാതാക്കപ്പെടും എന്ന് പറയുകയാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ അത് വേണ്ടിവരും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കൊലവിളിയാണ്. അതൊരു രാഷ്ട്ര തലവൻ നടത്തിയിരിക്കുന്നു എന്നുള്ളത് അത് എത്രത്തോളം ആശങ്കയുണ്ടാക്കുന്നതാണ്, അതിനെ എത്രത്തോളം ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതാണ്? പ്രൊഫസർ PJ വിൻസെന്റ്. അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ടിന്റെ ഇറാൻ ആക്രമണം തന്നെ അങ്ങേയറ്റം അപലപനീയവും അതുപോലെ തന്നെ മാരകവുമായിരുന്നു. ഇപ്പം ഗസയിൽ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണം നടത്തിയെന്ന് മാത്രമല്ല, ഇറാൻ ഒരു സിവിലൈസേഷണൽ സ്റ്റേറ്റ് കൂടിയാണ്. ലോകത്തിലെ പാശ്ചാത്യ സംസ്കൃതിക്കും ലോകത്തിലെ മറ്റിതര സംസ്കൃതികൾക്കുമൊക്കെ വലിയ സംഭാവനകൾ നൽകിയ ഒരു സിവിലൈസേഷണൽ സ്റ്റേറ്റ് കൂടിയാണ് ഇറാൻ അഥവാ പഴയ പേർഷ്യ. ആ രാജ്യത്തിന്റെ ആ സംസ്കൃതി ഇല്ലാതാക്കും എന്നാണ് അദ്ദേഹം ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. ഒരു രാജ്യവുമായി രാഷ്ട്രീയമായോ സൈനികമായോ ഏറ്റുമുട്ടുമ്പോൾ ആ രാജ്യത്തെ പരാജയപ്പെടുത്തും എന്നല്ല പറയുന്നത്, മറിച്ച് ആ സംസ്കൃതിയെ വൈപ്പ് ഔട്ട് ചെയ്യും. ഇറാൻ സംസ്കൃതിയെ, പഴയ ചിരപുരാതനമായ പേർഷ്യൻ സംസ്കൃതിയെ ഇല്ലാതാക്കും എന്ന ഒരു ഭീഷണി, താങ്കൾ സൂചിപ്പിച്ചതുപോലെ അതൊരു കൊലവിളിയാണ്. ഇത്തരത്തിൽ ലോക ചരിത്രത്തിൽ ഒരു നേതാക്കളും ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം ദൂരവ്യാപകമായ പ്രത്യാഘാതം ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക ക്രമത്തിലും ഇതുണ്ടാക്കും. ഇറാൻ ഇപ്പോൾ തന്നെ ഗൾഫ് ഓഫ് ഈഡനെയും റെഡ് സിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മന്ദാബ് എന്ന് പറയുന്ന സ്ട്രൈറ്റ് ഓഫ് ഗ്രീഫ് എന്നറിയപ്പെടുന്ന ഒരു കടലിടുക്ക്, അത് 26 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെയാണ് അതിന്റെ വീതി. വളരെ നേരിയ ഒരു കടലിടുക്കാണ്. അത് അടയ്ക്കും എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ചെങ്കടൽ വഴി, സൂയസ് കനാൽ വഴി മധ്യധരണിയാഴിയിലേക്ക് കടക്കുന്ന തന്ത്രപ്രധാനമായ റൂട്ട് അതുകൂടി തടസ്സപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചു കഴിഞ്ഞു. അതിന്റെ പ്രത്യാഘാതം ലോകത്തിൽ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം ഏറെക്കുറെ അസാധ്യമായ ഘട്ടത്തിൽ ഇറാൻ ആണെങ്കിൽ അതിന്റെ അവസാനത്തെ ശക്തിയും ഉപയോഗിച്ച് പോരാടാനും തീരുമാനിച്ച ഘട്ടത്തിൽ 2 ഓപ്ഷനുകൾ വേണേ നമ്മൾക്ക് പറയാം. ഒന്നുകിൽ ഇറാനിലെ സിവിലിയൻസിനെ അടക്കം കൊലപ്പെടുത്തിക്കൊണ്ട് മാരകമായ ആക്രമണം നടത്തുക. അത് ഒരുപക്ഷെ ലോക ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റി തീർക്കുന്ന മണ്ഡലങ്ങളിലേക്ക് വളർന്നേക്കാം. ഇപ്പോൾ തന്നെ ഇറാന്റെ പവർ പ്ലാന്റുകൾ, അതുപോലെ അവരുടെ എണ്ണ ശുദ്ധീകരണ പ്ലാന്റുകൾ ഒക്കെ ലക്ഷ്യം വെക്കുമെന്ന് പറയുന്നു. അവരുടെ പവർ പ്ലാന്റുകൾക്ക് ചുറ്റും ഹ്യൂമൻ ഷീൽഡ് ഇപ്പോൾ തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അവിടുന്ന് വാർത്തകൾ കിട്ടുന്നത്. അതോടൊപ്പം 14 മില്യൺ എന്ന് വെച്ചാൽ 1,40,00,000 മനുഷ്യർ, സാധാരണക്കാരായ ആളുകൾ ഇറാൻ എന്ന രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ സമർപ്പിക്കാൻ തയ്യാറായി രംഗത്ത് വന്നിരിക്കുന്നു. ഞാനും അതിന് തയ്യാറാണെന്ന് ഇറാൻ പ്രസിഡന്റ് പെഷസ്ക്യാൻ കൂടി പ്രസ്താവിച്ചിരിക്കുന്നു. ഇതിനർത്ഥം അമേരിക്ക ഇറാന്റെ പവർ പ്ലാന്റുകളെയും അതുപോലെ എനർജി ജനറേഷൻ സെന്ററുകളെയും ലക്ഷ്യം വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൊളാറ്ററൽ ഡാമേജ് എന്ന നിലയിൽ ഒരുപക്ഷെ ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടേക്കാം.
അതോടൊപ്പം ഖർഗ് ഐലൻഡ് പിടിച്ചെടുക്കുന്നതിലേക്ക് ഇറാൻ അമേരിക്ക നീങ്ങുകയാണ്. അവിടെ നിലവിലുള്ള വിവരങ്ങൾ പ്രകാരം 100-ലധികം കേന്ദ്രങ്ങളിൽ അമേരിക്ക ബോംബാക്രമണം നടത്തി കഴിഞ്ഞു. ഈ ഖാർഗ് ഐലൻഡ് അറിയപ്പെടുന്നത് തന്നെ ദ ജൂവൽ ഓഫ് ഇറാൻ എന്നാണ്. ഇറാന്റെ എണ്ണ ഉൽപാദന, ശുദ്ധീകരണ, കയറ്റുമതി കേന്ദ്രമാണത്. 90% വരുന്ന ഇറാന്റെ എണ്ണയും പുറത്തേക്ക് പോകുന്നത് ഖാർഗ് ഐലൻഡ് കേന്ദ്രീകരിച്ചാണ്, അവിടുത്തെ ടെർമിനലുകൾ വഴിയാണ്. അപ്പോൾ അമേരിക്കയുടെ യുദ്ധ ലക്ഷ്യങ്ങളിൽ തുടക്കത്തിൽ അത് റെജീം ചേഞ്ച് ആയിരുന്നു എങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കുകയും നിലവിൽ അവർ സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറുക എന്നതൊക്കെയായിരുന്നു അവരുടെ പ്രഖ്യാപിച്ചത്. അവരുടെ പൊളിറ്റിക്കൽ എയിം എന്ന് പറയുന്ന റഷീം ചേഞ്ച് ആയിരുന്നു. ഇത് രണ്ടും നടക്കാത്ത സാഹചര്യത്തിൽ ഖാർഗ് ഐലൻഡ് പിടിച്ചെടുത്തുകൊണ്ട് ഇറാന്റെ എന്താണ് അമേരിക്കയുടെ ഉദ്ദേശ്യം എന്നൊക്കെ ഉള്ളതിലുള്ള വലിയ ചോദ്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.